യെസ് ഐസൻ, നാസയുടെ ക്രൂ 11 സംഘത്തിലെ 4 പേർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കപ്പലിൽ നിൽക്കുന്നവരും കാത്തിരിക്കുകയാണ്. 4 സംഘം നാസയുടെ സെന കാഡ്മാൻ, മൈക്ക് ഫിൻ, കിമിയ യൂയി ജപ്പാൻ, ഒലേഗ് പ്ലാറ്റനോവ് റഷ്യ, ഈ 4 പേരും അല്പസമയത്തിനകം പുറത്തേക്ക് വരും. പേടകത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ഐസൻ ജോസിലേക്ക് വീണ്ടും പോവുകയാണ്. ഐസൻ, തീർച്ചയായും അല്പസമയത്തിനകം ഇപ്പോൾ പേടകത്തിൽ നിന്ന് അതായത് അവരുടെ സീറ്റിൽ നിന്നും കൃത്യമായി വേർപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ റെസ്ക്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, അല്ലെങ്കിൽ സുരക്ഷാ വിദഗ്ധരെല്ലാം തന്നെ ആ പരിസരത്ത് കൃത്യമായി എത്തിയിട്ടുള്ളത്. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ആ 4 പേർ, അതായത് ഈ 2 നാസയുടെ ബഹിരാകാശ യാത്രികരും, ഒരു റഷ്യൻ ബഹിരാകാശ യാത്രികരും, അതുപോലെ തന്നെ ഒരു ജപ്പാൻ ബഹിരാകാശ യാത്രികരുമാണ് ഇതിലുള്ളത്. ആ 4 പേരെയും, അതായത് ഒരു രാജ്യത്തു നിന്നുള്ള 2 പേരും മറ്റു 2 രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും വീതമുള്ള ഈ സംഘത്തെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വീണ്ടും സുരക്ഷിതമായി അതിനകത്തു നിന്നും സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ആദ്യ ബഹിരാകാശ യാത്രികനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ്, അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേര്, ഇതിപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആദ്യ ബഹിരാകാശ യാത്രികൻ ഇപ്പോൾ തിരിച്ച് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇദ്ദേഹം തന്നെ ആയിരിക്കാം ഒരു ആരോഗ്യ പ്രശ്നങ്ങളും വെല്ലുവിളിയും ആരോഗ്യ പ്രശ്നം നേരിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുറേ കൂടി സുരക്ഷിതമായും വളരെ കൃത്യമായും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആദ്യ വ്യക്തി എത്തിയിരിക്കുന്നു. ആദ്യ വ്യക്തി പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൈക്ക് ഫിൻകെ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈക്ക് ഫിൻകെ പുറത്തിറങ്ങിയതിന് ശേഷം നാസയുടെ മൈക്ക് ഫിൻകെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് ആരാണ് എന്നത് നമുക്ക് അല്പസമയത്തിനകം, നിമിഷങ്ങൾക്കകം തന്നെ അറിയാനും സാധിക്കും. മൈക്ക് ഫിൻകെയെ പിന്തുടർന്ന് അദ്ദേഹത്തെ ഇപ്പോൾ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ക്ലിനിക്കൽ സംവിധാനങ്ങൾ ലഭ്യമാകുന്നിടത്തേക്ക് മൈക്ക് ഫിൻകെയെ മാറ്റുകയാണ്. ഇനി മൈക്ക് ഫിൻകെയ്ക്ക് ശേഷം ആരാണ് വരുന്നത് എന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്. അല്പസമയത്തിനകം തന്നെ അത് കൃത്യമായി, അതായത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കത് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാനപരമായ ചില ആരോഗ്യ പരിശോധനകൾ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ 2ാമത്തെ യാത്രികനുള്ള യാത്രാ സംവിധാനം ഒരുക്കുന്നതിനുള്ള സ്ട്രെച്ചർ എത്തിയിട്ടുണ്ട്. ആ സ്ട്രെച്ചറിലൂടെ അല്പസമയത്തിനകം, മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹത്തെയും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൈക്ക് ഫിൻകെ വന്നതിന് ശേഷം ഇനി അടുത്ത ആൾ ആരാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ അതും അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത്. ഈ ഓരോരുത്തരായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനി 3 പേരാണ് പേടകത്തിനകത്തുള്ളത്. ഒരാളെ പുറത്തിറക്കി കഴിഞ്ഞു. ഇനി 3 പേരെ കൂടി പുറത്തിറക്കുക എന്നതാണ് അടുത്ത ദൗത്യത്തിൻ്റെ പ്രധാന ഘടകം. ആ ദൗത്യത്തിൻ്റെ ഘടകത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ ഭാഗമായി 2ാമത്തെ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ, 2ാമത്തെ യാത്രികനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 2ാമത്തെ യാത്രികൻ എത്തിയതിന് ശേഷം തുടർന്നും ഇതേ പ്രവർത്തനങ്ങൾ തന്നെ നടക്കുകയും 3ാമതും 4ാമതും യാത്രികരെ പുറത്തേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുക. അപ്പോൾ 2ാമത്തെ ബഹിരാകാശ യാത്രികൻ അവിടെ നിന്നും പുറത്തേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ സുരക്ഷിതമായി അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഒന്നൊന്നായി പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ബഹിരാകാശ യാത്രികരും ഈ പേടകത്തിൻ്റെ വാതിലിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആ വാതിലിനകത്ത് അടുത്തെത്തി അദ്ദേഹത്തെ സുരക്ഷിതനായി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും 2ാമത്തെ വ്യക്തിയും പുറത്തേക്ക് വരുന്നു എന്നാണ് നമുക്കിപ്പോൾ നൽകാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 2ാമത്തെ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരും. 2ാമത്തെ വ്യക്തിയും ഇപ്പോൾ പുറത്തേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അല്പം നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. 2ാമത്തെ വ്യക്തിയും പുറത്തു വന്നിരിക്കുന്നു എന്ന കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. 2ാമത്തെ വനിതയാണ് വ്യക്തി പുറത്തേക്ക് വന്നിരിക്കുന്നത്. സെന കാഡ്മാൻ ആണ് എത്തിയിരിക്കുന്നത്. സീന കാഡ്മാൻ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സീന കാഡ്മാൻ
ഇതിന് ശേഷം ഇനി അടുത്ത ആരാണെന്നത് നമുക്ക് കാത്തിരുന്നു. സീന കാഡ്മാൻ കുറേ കൂടി ഹെൽത്തിയാണ്, സന്തോഷവതിയാണ് എന്നതുകൊണ്ട് തന്നെ കുറേ കൂടി ആഘോഷകരമായ ഒരു വരവാണ് അവർ കൃത്യമായി കാണിക്കുകയും ചെയ്തത്. അവരുടെ ആക്ഷനുകളെല്ലാം, അവരുടെ പ്രതികരണങ്ങളിലെല്ലാം തന്നെ ആ ഒരു ആഹ്ലാദം കാലങ്ങളായി ഭൂമിക്ക് പുറത്ത്, അതായത് നമുക്ക് മാക്സിമം എത്താൻ സാധിക്കുന്നത് സ്വന്തം രാഷ്ട്രത്തിന് പുറത്താണെങ്കിൽ ഇവരെത്തിയിരിക്കുന്നത് ഭൂമി എന്ന പ്ലാനറ്റിനും. പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? അവരുടെ അക്കാര്യത്തിലൊരു കൃത്യത നമുക്ക് നൽകാൻ സാധിക്കില്ല. ആരോഗ്യ പ്രശ്നം ആർക്കാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പുറത്തുവിടില്ല. അത് സ്വകാര്യതയുടെ ഭാഗമാണ് എന്നതാണ്. കാഴ്ചയിൽ ഈ രണ്ടു പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അതീവ ഗുരുതരമായ ആരോഗ്യം ബഹിരാകാശ സഞ്ചാരികളുമായി നാസയുടെ ക്രൂ 11 സംഘം ഭൂമിയിലെത്തിയിരിക്കുന്നു. ആ പേടകത്തിൽ നിന്ന് യാത്രികരിൽ 2 പേർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി 2 പേർ കൂടി പുറത്തിറങ്ങാൻ ഉണ്ട്. ഐസൻ ജോസാണ് കൃത്യമായ വിവരങ്ങൾ നൽകിയത്.